ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു മലബാർ സ്റ്റൈൽ പലഹാരമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ കുഞ്ഞു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓണെന്ന ഓപ്ഷൻ കൊടുത്തേക്കണേ. ഇത് ഞാൻ അവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ നമ്മൾ ആ നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഒന്ന് വാട്ടിയെടുക്കണം. പഴം ഒന്ന് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് അളവിൽ പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് എടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഈ മിക്സ്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് കായ്പോള ഉണ്ടാക്കുന്നത് ആ പാത്രം ഒന്ന് നെയ്യ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിലാണ് നമ്മൾ കായ്പോള ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ആ നേന്ത്രപ്പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കായ്പോള ഉണ്ടാക്കുന്ന പാത്രം കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരടപ്പ് അടച്ച് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ കാഷ്യൂ നട്ടും മുന്തിരിയൊക്കെയില്ലേ അതൊക്കെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ടാകും. ഇവിടെ ഏകദേശം 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ടോട്ടൽ ടൈം വന്നത് ഒരു 20 മിനിറ്റോളം വന്നു എനിക്ക് ഇതുപോലെ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് നേരെ മറിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേൽവശം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതുപോലെ അതിൻ്റെ മേൽവശവും കൂടി ഞാൻ മറിച്ചിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. പക്ഷേ ടെക്സ്ചർ വൈസ് എൻ്റെ ഒരു അട്ടർ ഫ്ലോപ്പായി പോയി. ഞാനത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അത് കമത്തിയിട്ടു കുത്തി ഇളക്കിയൊക്കെ എടുത്തത് കാരണം ടെക്സ്ചർ വൈസ് ഇത്തിരി മോശമായി പോയെങ്കിലും ടേസ്റ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.